ദേശീയ ജനാധിപത്യ സഖ്യം വിപുലപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി സമൂഹത്തിൽ വ്യത്യസ്ത തുറകളിൽ സ്വാധീനമുള്ള ചെറുതും വലുതുമായ രാഷ്ട്രീയ പാർട്ടികൾ അഖിലേന്ത്യാ നിലവാരത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയോടൊപ്പം സഹകരിച്ചുകൊണ്ടിരിക്കുന്ന ദേശീയ കക്ഷികൾ അവരെയൊക്കെ എൻ ഡി എയുടെ ഭാഗമാക്കി എൻ ഡി എ കേരളത്തിൽ വിപുലപ്പെടുത്തുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമയം എന്ന നിലയ്ക്ക് ഇന്ന് നമ്മളോടൊപ്പം AIADMKയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീമാൻ ഹരിബാബു ഇവിടെയുണ്ട്. അദ്ദേഹം പ്രത്യേകിച്ച് ഇടുക്കി, എറണാകുളം, തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലൊക്കെ തമിഴ് മേഖലകളിൽ വലിയ സ്വാധീനമുള്ള രാഷ്ട്രീയ പാർട്ടിയാണ്. അവരൊറ്റയ്ക്കും ഒക്കെ നിന്ന് തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള ജനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള സംവിധാനം ഉറപ്പുവരുത്തിയിട്ടുള്ള ആളാണ്. AIADMKയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീമാൻ ഹരിബാബുജി ഇവിടെയുണ്ട്. അദ്ദേഹത്തെ ദേശീയ ജനാധിപത്യ സഖ്യത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. NCPയുടെ പുതിയ സംസ്ഥാന അധ്യക്ഷനായി ഇന്നലെ തിരഞ്ഞെടുക്കപ്പെടുകയും അതിനുശേഷം ആദ്യമായി ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ ഘടകകക്ഷിയായിട്ടുള്ള ശ്രീമാൻ സജി പോത്തൻ അവർകൾ, അദ്ദേഹം ഇടുക്കി ജില്ലയിൽ അറിയപ്പെടുന്ന ആളാണ്. കേരളത്തിൽ മുഴുവൻ NCPയുടെ വർക്കിംഗ് പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് എല്ലാ പ്രദേശങ്ങളിലും സ്വാധീനമുള്ള നേതാവാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഇടുക്കി DCC പ്രസിഡന്റായിരുന്നു. പല പദവികൾ വഹിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള പല പദവികൾ വഹിച്ചിട്ടുള്ള, കേരള രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളോടൊപ്പം നിന്ന് വലിയ രീതിയിൽ മുന്നോട്ട് പോയിട്ടുള്ള ആളാണ്. ശ്രീമാൻ സജി പോത്തൻ തോമസ് അവരുകളെ NCPയുടെ സംസ്ഥാന അധ്യക്ഷനെയും NCPയുടെ സംസ്ഥാന ടീമിനെയും ദേശീയ ജനാധിപത്യ സഖ്യത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഭാരതീയ റിപ്പബ്ലിക്കൻ പാർട്ടി വ്യത്യസ്ത മേഖലകളിൽ സ്വാധീനമുള്ള, പിന്നോക്ക ജനവിഭാഗങ്ങളിൽ സ്വാധീനമുള്ള രാഷ്ട്രീയ പാർട്ടിയാണ്. ഭാരതീയ റിപ്പബ്ലിക്കൻ പാർട്ടിയെ ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ ഭാഗമാക്കി അവരെ ഞങ്ങൾ വളരെ സ്നേഹപരിസരത്തിലേക്ക് സ്വാഗതം. ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ അഖിലേന്ത്യാ ഘടകത്തിൻ്റെ ഭാഗമായിട്ടുള്ള RLD, അതിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീമാൻ ഷഹീദ് അഹമ്മദ് ഇവിടെയുണ്ട്. പ്രത്യേകിച്ച് മതന്യൂനപക്ഷങ്ങളിൽ വലിയ സ്വാധീനമുള്ള നേതാവും പാർട്ടിയുമാണ്. അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യും. ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ ഭാഗമായി ഈ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം കൊയ്യാൻ വേണ്ടി ഭാരതീയ ജനതാ പാർട്ടിയോടൊപ്പം സഹകരിച്ചിട്ടുള്ള ഈ ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ പുത്തൻ കൂട്ടുകാർ എല്ലാവരെയും ഹൃദയമത്സരം ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം.
BJP NDAയുടെ ചെയർമാനും BJPയുടെ സംസ്ഥാന അധ്യക്ഷനുമായിട്ടുള്ള ശ്രീ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് NDAയുടെ ഉപാധ്യക്ഷനായിട്ടുള്ള ശ്രീ AN രാധാകൃഷ്ണൻ, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ പൂന്തുറ ശ്രീകുമാർ, പാർട്ടിയുടെ സൗത്ത് ജില്ലാ പ്രസിഡന്റ്, തിരുവനന്തപുരം സൗത്ത് ജില്ലാ പ്രസിഡന്റ് ശ്രീ പമ്പാലോട് ബിജു എന്നിവരാണ്. അവരോടൊപ്പം ഞങ്ങളോടൊപ്പം പാർട്ടിയിൽ പുതുതായിട്ട് അംഗത്വമെടുക്കുന്ന സഹപ്രവർത്തകരും ഈ ഇതിൽ പങ്കെടുക്കുകയാണ്. പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ സംസാരിക്കുന്നതിന് മുന്നോടിയായി പാർട്ടിയിൽ പുതുതായിട്ട് അംഗത്വമെടുക്കുന്ന സഹപ്രവർത്തകരെ സ്വീകരിക്കുന്ന ചടങ്ങാണ്. ഞങ്ങൾക്കേറെ സന്തോഷമുള്ളത് കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായിട്ട് മുൻ കോവളത്തെ 2016 കോവളം അസംബ്ലിയിൽ BDJS സ്ഥാനാർത്ഥിയായിരിക്കും ഏകദേശം 35,000-ഓളം വോട്ട് കോവളം മണ്ഡലത്തിൽ നേടാൻ സാധിക്കുകയും അതിനെ തുടർന്ന് ഇടതുപക്ഷ സംഘടനകളുമായിട്ട് ബന്ധപ്പെടുകയും RJDയുടെ സംസ്ഥാന സെക്രട്ടറി എന്ന ചുമതല വഹിക്കുകയും ചെയ്തിട്ടുള്ള ശ്രീ TN സുരേഷ്, അദ്ദേഹം SNDPയുടെ കോവളം യൂണിയൻ പ്രസിഡന്റ് കൂടിയാണ്. ശ്രീ TN സുരേഷ് ഇന്നു മുതൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകനായിട്ട് മാറുകയാണ്. അദ്ദേഹത്തെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. അദ്ദേഹത്തെ സ്വീകരിക്കാനായി BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ മിഷൻ. ഇതുകൂടാതെ നമ്മളോടൊപ്പം ഉള്ള നേതാക്കന്മാരെ ഓരോരുത്തരെയായിട്ട് ബഹുമാനപൂർവ്വം ക്ഷണിക്കുകയാണ്. ശ്രീ പ്രകാശ് കുമാർ കരുവാളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ്. NSS പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. NSS താലൂക്ക് യൂണിയൻ അംഗമാണ്. അതോടൊപ്പം തന്നെ DCC കോൺഗ്രസിൻ്റെ ജില്ലാ നേതാവാണ്. അദ്ദേഹത്തെ ബഹുമാനപൂർവ്വം ക്ഷണിക്കും. ശ്രീ പ്രകാശ് കുമാർ. ശ്രീ N ലാലാജി കോന്നി തണ്ണിത്തോട് പഞ്ചായത്ത് മെമ്പറായിരുന്നു. നിലവിൽ പഞ്ചായത്ത് മെമ്പറാണ്. കോന്നി ഏരിയ കമ്മിറ്റി അംഗമായിട്ട് 36 വർഷമായിട്ട് പ്രവർത്തിക്കുന്നു. CITU തൊഴിലാളി യൂണിയൻ്റെ ജില്ലാ പ്രസിഡന്റ് എന്ന നിലയിൽ പത്തനംതിട്ടയിൽ അറിയപ്പെടുന്ന ഒരു സഖാവാണ് ശ്രീ N ലാലാജി അവർക്ക്. അദ്ദേഹം ഇന്നു മുതൽ BJPയുടെ അംഗമാണ്. അദ്ദേഹത്തെ ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു. ഏറ്റവും മുതിർന്ന ഒരു ട്രേഡ് യൂണിയൻ ലീഡർ കൂടിയായിട്ടുള്ള ശ്രീ N ലാലാജിയെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യും. ശ്രീ വിഷ്ണു സുരേന്ദ്രൻ നെടുമങ്ങാട്, അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. യുവ നേതാവും ടെക്നോക്രാറ്റും ഒക്കെ ആയിട്ടുള്ള ശ്രീ വിഷ്ണുവിനെ ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യും. ശ്രീ ദിനകർ കോട്ടക്കുഴി ദളിത് കൂട്ടായ്മയുടെ നേതാവാണ്, സംസ്ഥാന അധ്യക്ഷനാണ്. അതോടൊപ്പം തന്നെ കോട്ടക്കുഴി സുകുമാരൻ എന്ന UDFൻ്റെ മുൻ MLA, അദ്ദേഹത്തിൻ്റെ മകനാണ് ദിനകർ കോട്ടക്കുഴി. അദ്ദേഹം കോൺഗ്രസിൻ്റെ പ്രവർത്തനത്തിൽ ദളിത് പ്രവർത്തനവും കോൺഗ്രസ് പ്രവർത്തന കുടുംബത്തിൽ നിന്നാണ് വന്നത്. അദ്ദേഹത്തെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു BJP.